ഹായ് ഹലോ നമസ്കാരം. ഞാൻ ഡോക്ടർ ഗോപിക. ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക്ക് അത്ര ഫ്രീക്വൻ്റ് ആയിട്ട് ഞാൻ ഡിസ്കസ് ചെയ്യുന്ന ഒരു ടോപ്പിക് അല്ല. വളരെ പ്രൈവറ്റ് ആയിട്ടും അതുപോലെ തന്നെ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയമാണ്. അത്ര കോമൺ ആയിട്ട് നമുക്ക് ഒ പിയിൽ വരാത്തതാണ്. പക്ഷേ ഇപ്പോൾ ഈ റീസെൻ്റ് ആയിട്ട് കാണുന്ന കുറച്ച് ഇൻസ്റ്റൻസസ് കണ്ടിട്ട് ഞാൻ വിചാരിച്ചു ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യണം എന്നുള്ളത്. ഇത് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ റീസെൻ്റ്ലി നമ്മൾ കേൾക്കുന്ന വാർത്തയാണ്, 3 വയസ്സുള്ള കുട്ടീനെ അമ്മ വെള്ളത്തിലേക്ക് വലിച്ചെറിഞ്ഞു കൊന്നു. അപ്പോൾ അതിൻ്റെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞപ്പോൾ കുട്ടി സെക്ഷുവലി അസോൾട്ടഡ് ആണ് എന്ന് കണ്ടെത്തി എന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ ആ ഒരു മരണത്തിന് ശേഷം പോസ്റ്റ്മോർട്ടം നടത്തിയത് കൊണ്ടാണ് അത് തിരിച്ചറിഞ്ഞത്. അപ്പോൾ എത്രത്തോളം നമ്മൾ നമ്മുടെ കുട്ടികളെ സുരക്ഷിതരാക്കി വെക്കുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. ഇതിലിപ്പോൾ ഞാനൊരു പീഡിയാട്രിഷ്യൻ പെർസ്പെക്റ്റീവിൽ നിന്നും ഒരു മദർ എന്ന പെർസ്പെക്റ്റീവിൽ നിന്നും കൂടി ആണ് സംസാരിക്കുന്നത്. അപ്പോൾ ഇതിൽ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ സീരിയസ്നെസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ കുറച്ച് ഇൻസ്റ്റൻസസ് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ കുറച്ച് കാര്യങ്ങൾ കേട്ട് കുറച്ച് ഒ പിയിൽ വരുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കും. ഒരു 3 വയസ്സുള്ള കുട്ടിയുടെ മദർ വന്നിട്ട് എന്നോട് പറയുകയുണ്ടായി. അതായത് കുറച്ച് ദിവസമായിട്ട് അവരുടെ കുട്ടി തലാണയിൽ കമന്ന് കിടന്ന് അസ്വാഭാവികമായ രീതിയിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നു. എപ്പോഴും തൻ്റെ പ്രൈവറ്റ് പാർട്സിൽ തൊടുന്നു. അതുപോലെ തന്നെ രാത്രി ആകുമ്പോഴത്തേക്കും വളരെ ഡിഫറെൻ്റ് ആയിട്ട് പെരുമാറുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ സാധാരണ കുട്ടികൾക്ക് അവരുടെ ഓർഗൻസ് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് അവർ സാധാരണയായിട്ട് തൊട്ടു നോക്കി അതിനെ പരിചയപ്പെടുന്ന ഒരു ഘട്ടമുണ്ട്. അത് നോർമലാണ്, എല്ലാ കുട്ടികളും അത് ചെയ്യാറുണ്ട്. അത് പിന്നെ ഒ പി വന്ന് അമ്മമാർ കൺസേൺ പറയുമ്പോൾ നമ്മളതിനെ അങ്ങനെ കാണാറുള്ളൂ. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞ രീതി വെച്ചും കുട്ടി പെരുമാറുന്ന രീതി വെച്ചും വളരെ അൺയൂഷ്വലായി തോന്നിയതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചപ്പോൾ ഈ കുട്ടി അമ്മയുടെ അച്ഛൻ്റെയും കൂടെയാണ് കിടക്കുന്നത്. അപ്പോൾ ഇവർ വളരെ എന്താ പറയുന്നത്, വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് ഇവരുടെ ഇൻറ്റിമേറ്റ് ടൈംസ് സ്പെൻഡ് ചെയ്യുകയും ആ സ്പെൻഡ് ചെയ്യുന്നത് കുട്ടി കാണാനുള്ള സാധ്യത ഉണ്ടാകും എന്നൊരു സംശയം പ്രകടിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ഇതും ഒരു തരം സെക്ഷൽ അസോൾട്ടാണ്. അതായത് കുട്ടിക്ക് മനസ്സിലാവാത്തൊരു കാര്യം മനസ്സിലാവാൻ പാടില്ലാത്ത പ്രായത്തിൽ വേറൊരു രീതിയിൽ കണ്ട് കുട്ടി മനസ്സിലാക്കുന്നു. അപ്പോൾ അത് ഈ 3 വയസ്സിലൊക്കെ മനസ്സിലാവുമോ എന്ന് ചോദിച്ചാൽ മനസ്സിലാകും. പിന്നെ രണ്ടാമത്തെ കാര്യം, നമ്മൾ എപ്പോഴും പറയുന്നതാണ് പേരൻസ് തമ്മിലുള്ള സ്നേഹം കുട്ടി കണ്ടു വളരണം എന്ന്. അത് പക്ഷേ ഇങ്ങനെയല്ല. കുട്ടി അമ്മയും അച്ഛനെ ഹഗ് ചെയ്യുന്നത് കണ്ട് വളരുക, ഉമ്മ വയ്ക്കുന്നത് കണ്ട് വളരുക, അവരോട് അപ്രീഷിയേറ്റ് ചെയ്യുന്നത് കണ്ട് വളരുക എന്നതാണ്. പക്ഷേ ഇതിന് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ഉണ്ടാവണം. അറിവ് ആയ കുട്ടികളെ കഴിവതും പേരൻസിൻ്റെ അടുത്തുനിന്ന് മാറ്റി നമ്മൾ റെസ്പോൺസിബിളായിട്ട് ബിഹേവ് ചെയ്യാൻ ശ്രമിക്കണം എന്നുമാണ്. ഇനി അടുത്ത സ്റ്റേജിൽ വന്ന ഒരു സ്റ്റോറി. ഇതൊക്കെ വളരെ കോമൺ ആയിട്ട് ഒ പിയിൽ കേൾക്കുന്ന കാര്യങ്ങളല്ല. എന്നാലും ഒ പിയിൽ കേട്ട എൻ്റെ എക്സ്പീരിയൻസസ് ആണ് ഞാൻ പറയുന്നത്. ഇതിൽ ആൾക്കാരെ ഒന്നും ഞാൻ മെൻഷൻ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അത് റെലവൻ്റ് അല്ല. അപ്പോൾ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സ്കൂളിൽ പോയിക്കൊണ്ടിരുന്ന കുട്ടി, ഒരു 6 വയസ്സുള്ള ഒരു കുട്ടി, UKG പഠിക്കുന്ന കുട്ടി, ഇതൊരു ടീച്ചറാണ് എന്നോട് പറഞ്ഞത്. ആ കുട്ടി സ്ഥിരമായിട്ട് വാനിൽ പോകുന്ന ഡ്രൈവറിൻ്റെ മടിയിലിരിക്കുന്നു. അപ്പോൾ കുട്ടി ഒരു ദിവസം ടീച്ചറോട് പറഞ്ഞു, ഇങ്ങനെ എന്തോ ടീച്ചർ ഇങ്ങനെ യൂറിൻ പോകുന്ന സ്ഥലം കഴുകണം, അത് വാഷ് ചെയ്തോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ വാഷ് ചെയ്യുന്നത് കാണിച്ചു കൊടുത്തപ്പോൾ മനസ്സിലായോ എന്ന് ചോദിച്ചപ്പം പറഞ്ഞു, ഇതെനിക്ക് ഡ്രൈവർ മാമൻ കാണിച്ചു തന്നിട്ടുണ്ടല്ലോ എന്ന്. അപ്പോൾ ടീച്ചർ വളരെയധികം ഷോക്കായി. ടീച്ചർ കുട്ടീനെ പേരൻസിൻ്റെ മദറിൻ്റെ അടുത്ത് കൊണ്ടുപോയി. മദറും ടീച്ചറുമായിട്ടാണ് എൻ്റെ ഒ പിയിലേക്ക്. അതുപോലെ പിന്നെ കുറച്ചും കൂടെ പ്രായമുള്ളൊരു കുട്ടി, അതായത് ഒരു 8 വയസ്സായ കുട്ടിയെ ഒ പിയിൽ ഒരു ദിവസം വൈകുന്നേരം കൊണ്ടുവന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിരന്തരമായ പനി, ചുമ, ജലദോഷം. അപ്പോൾ 2 ആഴ്ച മുന്നേ ഞാൻ മരുന്ന് കൊടുത്തു, അതിന് മുന്നേ മരുന്ന് കൊടുത്തു. അപ്പോൾ റിക്കറൻ്റ് ആയിട്ട് ഇങ്ങനെ മരുന്ന് കൊടുക്കേണ്ട അവസ്ഥ വന്നപ്പോൾ ഇന്ന് ഞാൻ കുട്ടിയെ കണ്ടപ്പോൾ കുട്ടി ഭയങ്കര ക്ഷീണിച്ചിരിക്കുന്നു. ഫുൾ ടൈം ഉറക്കം.
അതുപോലെ വായ്ക്കകത്ത് എക്സാമിൻ ചെയ്തപ്പോഴത്തേക്കും വായ്ക്കുള്ളിൽ ചെറിയ ചെറിയ പൊട്ടലുകൾ, അൾസർ പോലെ. അപ്പോൾ ഞാൻ ആദ്യം വൈറ്റമിൻ ഡെഫിഷ്യൻസിയും എല്ലാം നോക്കി, അതൊന്നും അത്ര റെലവൻ്റ് ആയിട്ട് കണ്ടില്ല. പക്ഷെ ഭയങ്കര ചുമപ്പ്. അങ്ങനെ ഞാൻ ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് കുറേ കാര്യങ്ങൾ ചോദിച്ചു. എന്നിട്ട് മരുന്ന് ബി കോംപ്ലക്സിൻ്റെ മരുന്ന് എഴുതി കൊടുത്ത ശേഷം അമ്മൂമ്മ ഉണ്ടായിരുന്നു അവിടെ. അമ്മൂമ്മ അപ്പോൾ ഒന്ന് പേടിച്ച് നിൽക്കുന്ന പോലെ തോന്നി. അപ്പോൾ ഞാൻ അമ്മൂമ്മ വിളിച്ച് ചോദിച്ചപ്പോൾ അമ്മൂമ്മ പറഞ്ഞു ഈ ഹസ്ബൻഡും ഈ വൈഫും ഒരുമിച്ചിരുന്ന് പലപ്പോഴും ഫ്രണ്ട്സ് വീട്ടിൽ വന്നിട്ട് ഒരു സോഷ്യൽ ഡ്രിങ്കിങ് എന്ന പോലെ തന്നെ ബിയറൊക്കെ കഴിക്കാറുണ്ട്. പലപ്പോഴും ഈ ഹസ്ബൻഡിന് ബോധം പോയി കഴിഞ്ഞാൽ ഹസ്ബൻഡ് സ്പ്രൈറ്റിലോ അല്ലെങ്കിൽ കോക്കിലോ കുട്ടികൾക്ക് ഇത് ഒഴിച്ചു കൊടുക്കാറുണ്ട്, അവർ നേരത്തെ കിടന്നുറങ്ങാൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞ് കുട്ടികൾ ഉറങ്ങിക്കഴിഞ്ഞു, അമ്മ ഉറങ്ങിക്കഴിഞ്ഞു, അച്ഛൻ ഉറങ്ങിക്കഴിഞ്ഞു, ഈ ഫ്രണ്ട്സ് എന്ത് ചെയ്യുന്നു എന്നുള്ളത് ഇവർക്കാർക്കും അറിയില്ല. ഈ കേസ് അവരുടെ പേരൻസ് പല പ്രാവശ്യം എന്നോട് റിപ്പോർട്ട് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞിട്ടും നമ്മൾ ചൈൽഡ് ലൈനിൽ റിപ്പോർട്ട് ചെയ്യുകയും ചൈൽഡ് ലൈൻ ഈ കേസ് ടേക്കപ്പ് ചെയ്യുകയും ടീച്ചേഴ്സിനോട് ചോദിച്ചപ്പം ക്രോണിക്കായിട്ട് ഈ പിള്ളേർ സ്കൂളിൽ ആബ്സെൻ്റ് ആയി. ഒരു 3 പിള്ളേരുള്ള ഒരു ഫാമിലി ആയിരുന്നു. അതിൽ 8 വയസ്സായ കുട്ടിയാണ് എൻ്റെ അടുത്ത് കൊണ്ടുവന്നത്. അപ്പോൾ ആ കുട്ടികൾ ക്രോണിക്കായിട്ട് ആബ്സെൻ്റ് ആവാറുണ്ട്, സ്ഥിരമായിട്ട് പനി ഉണ്ടാവാറുണ്ട്. അത്ര നല്ല ഒരു ബാക്ക്ഗ്രൗണ്ട് അല്ല. ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് വഴക്കുണ്ടാക്കുന്ന പേരൻസ് ആണ് എന്നൊക്കെ ടീച്ചേഴ്സ് വഴി അറിയാൻ പറ്റി. ടീച്ചേഴ്സ് വളരെ കോപ്പറേറ്റീവ് ആയിരുന്നു, എന്നോട് വന്ന് സംസാരിച്ചു നോക്കി. പിന്നെ പറയാനുള്ളത് ഇതെനിക്ക് പേഷ്യൻ്റ് അല്ല, എൻ്റെ ഒരു അടുത്ത് അറിയാവുന്ന ഒരു കുട്ടിക്ക് സംഭവിച്ചതാണ്. കൂടെ കളിക്കുന്നവരുടെയൊക്കെ ഇടയ്ക്ക് ഓണത്തിനാണോ വിഷുവിനാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല, പടക്കമൊക്കെ പൊട്ടിക്കുന്ന സമയത്ത് കൂടെ ഉണ്ടായിരുന്ന ആ ഗ്രൂപ്പ്, അതായത് കസിൻസ് ഉണ്ട്, ഫ്രണ്ട്സ് ഉണ്ട്, നെയ്ബേഴ്സ് ഉണ്ട്, ഇവരുടെ എല്ലാവരുടെയും കൂട്ടത്തിൽ നിന്ന് ഇരുട്ടിൻ്റെ മറവിൽ ആ കുട്ടീനെ ആവശ്യമില്ലാത്ത ഒരു സ്ഥലത്ത്, ആവശ്യമില്ലാത്തതല്ല, കുട്ടി പറഞ്ഞതാണ് എന്നെ അവിടെ അല്ലെങ്കിൽ എൻ്റെ പ്രൈവറ്റ് പാർട്ടിൽ ഈ ആൾ പിടിച്ചു എന്നുള്ളത്. അപ്പോൾ അയാളെ ഈ ഫാമിലിക്ക് വർഷങ്ങളായിട്ട് അറിയാം. അപ്പോൾ ഇയാളുടെ ഈ മുഖം ഏകദേശം ഒരു 40-50 വർഷത്തിന് ശേഷമാണ് ഇവർ അറിയുന്നത്. അപ്പോൾ ഹി വാസ് എ പീഡോഫൈൽ. അപ്പോൾ ഇങ്ങനത്തെ ആൾക്കാർ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇത് പെൺകുട്ടികൾക്ക് മാത്രമുള്ള കാര്യമല്ല. ഒരു ആൺകുട്ടിയുടെ പേരൻ്റ് ചിലപ്പോൾ അറിയാതെ പോകുന്നതായിരിക്കും, പക്ഷേ അവരും ഈ ബുദ്ധിമുട്ടുകളെല്ലാം നേരിടുന്നുണ്ട്. എന്നോട് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ട്, ലൈബ്രറിയിൽ താൻ ബുക്ക് എടുക്കാൻ പോയപ്പോൾ ലൈബ്രറിയുടെ ഒഴിഞ്ഞ കോർണറിൽ ഒരാൾ ആ ബോയെ കൊണ്ട് അയാളുടെ പ്രൈവറ്റ് പാർട്ടിൽ പിടിപ്പിച്ചു എന്നുള്ളത്. യൂഷ്വലി ഇങ്ങനത്തുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ വളരെ എനിക്കെന്തോ ഞാൻ അത്ര ഈസി ആയിട്ട് പറയുന്ന കാര്യങ്ങളല്ല ഇത്. എൻ്റെ ഹസ്ബൻഡ് ഒരു സെക്ഷൽ ആൻഡ് റീപ്രൊഡക്റ്റീവ് മെഡിസിൻ സ്പെഷ്യലിസ്റ്റ് ആണ്. പലപ്പോഴും പല കേസസും ഇപ്പം അവരുടെ ഐഡൻറ്റിറ്റിയോ അത് ഏത് പേഷ്യൻ്റ് ആണെന്നോ ഒന്നും എനിക്കറിയില്ല, പക്ഷെ പലപ്പോഴും പുള്ളി പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ഗ്രോണപ്പ് ആയിട്ടുള്ള അഡൾട്ട്സിൻ്റെ ഈ നോൺ കൺസ്യൂമേറ്റഡ് മാരേജ്, അതായത് ഒരു കുട്ടി ഉണ്ടാവാത്തതിൻ്റെ കാരണം കണ്ടുപിടിക്കുമ്പോൾ അവർക്ക് റോങ് ആയിട്ടുള്ള സെക്ഷൽ പെർസെപ്ഷൻസ്, അതായത് പലർക്കും ഈ ആക്ട് എന്താണെന്ന് അറിയില്ല, ഈ ആക്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല, പാർട്സ് എവിടെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അത്രത്തോളം ഇഗ്നോറൻ്റ് ആണ് സെക്ഷൽ കാര്യങ്ങളിൽ നമ്മളുടെ കമ്മ്യൂണിറ്റി. അപ്പം അങ്ങനെ ഒരു കമ്മ്യൂണിറ്റിയുടെ ഒരു അനദർ പോളാണ് ഈ ഒരു പ്രായഭേദമന്യേ അസോൾട്ടഡ് ആയി വരുന്ന കുട്ടികൾ അല്ലെങ്കിൽ ഏജ് ഓൾഡ് ആയിട്ടുള്ള അമ്മമാർ. അത് പറഞ്ഞപ്പോഴാണ് ഈ പീഡിയാട്രിക്സ് മാത്രമല്ല, ഞാൻ എൻ്റെ ഇൻറ്റേൺഷിപ്പിൻ്റെ സൈക്കാട്രി പോസ്റ്റിംഗ് അണ്ടർഗോ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നപ്പോൾ ഒരാളെ കൊണ്ടുവന്ന് എക്സാമിൻ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് എൻ്റെ പ്രൊഫസറിൻ്റെ കൂടെ ഞാൻ ഇരിക്കെ അയാളുടെ കേസ് എന്താണെന്ന് വെച്ചാൽ പോലീസ് ഉണ്ട്. കേസ് എന്താണെന്ന് വെച്ചാൽ അയാളും അമ്മയും മാത്രമാണ് താമസിക്കുന്നത് ഒരു വീട്ടിൽ. ഇയാളൊരു മാനുവൽ ലേബററാണ്. അപ്പോൾ അയാൾ എല്ലാ ദിവസവും വന്ന് വീട്ടിലേക്ക് പൈസ കൊണ്ടുവരുന്നു, എല്ലാം നോക്കുന്നു, എല്ലാം ചെയ്യുന്നു. അപ്പോൾ അമ്മയ്ക്ക് കുറേ നാളായിട്ട് ഭയങ്കരമായ ക്ഷീണം. പല ഡോക്ടർമാരെ കാണിച്ചു, ഒരു മാറ്റവും ഇല്ല. അമ്മ അറിയാതെ അവിടെ ഇവിടെ മുറിവുകൾ വരുന്നു. അങ്ങനെ ടെസ്റ്റുകളെല്ലാം ചെയ്തു. ഒടുവിൽ എങ്ങനെയോ ഏതോ ഡോക്ടറിന് സംശയം തോന്നി, ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണിച്ചപ്പോൾ ഈ അമ്മ സെക്ഷുവലി അസോൾട്ടഡ് ആയിരുന്നു. അപ്പോൾ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇയാൾ ജോലി കഴിഞ്ഞ് വരുന്നു, മദ്യപിച്ചായിരിക്കും വരുന്നത്,
പറയുന്നത് ഈ അമ്മയ്ക്ക് ഏകദേശം 65-70 വയസ്സ് പ്രായം ഉണ്ടാവും. ആ അമ്മയ്ക്ക് ഭക്ഷണം എടുത്ത് കൊടുക്കുന്നത് ഈ പുള്ളിയാണ്. ഭക്ഷണം എടുത്ത് കൊടുത്ത ശേഷം അമ്മ ഉറങ്ങി, അതിനകത്ത് എന്തോ ഈ പറഞ്ഞതുപോലെ ഉറങ്ങാനുള്ള ഗുളിക കൊടുത്ത ശേഷം ആ അമ്മയെ അസോൾട്ട് ചെയ്യുകയാണ്. അപ്പം എന്തോരം ഡീവിയേറ്റഡ് സെക്ഷൽ പേഴ്സണാലിറ്റീസ് ഉള്ള ആൾക്കാരാണ് നമ്മുടെ നാട്ടിൽ. അപ്പോൾ ഇതിനൊക്കെ എതിരെ പറഞ്ഞ പോലെ പീഡിയാട്രിക്സിനാണെങ്കിൽ നമ്മുടെ പോക്സോ ആക്ട് ഉണ്ട്, 2012 നിലവിൽ വന്ന, എല്ലാവർക്കും അറിയാവുന്ന, ന്യൂസിലും അല്ലാതെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഈ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് അഗെയിൻസ്റ്റ് സെക്ഷൽ ഒഫൻസസ് ആക്ട് 2012. അതിനനുസരിച്ച് നമ്മൾ ചൈൽഡ് ലൈൻ, ഹെൽപ്പ് ലൈൻ നമ്പർ ഉണ്ട്. പോക്സോ ആക്ട് പ്രകാരം ഐഡൻറ്റിറ്റി പുറത്താക്കാതെ നമുക്ക് കേസ് കൊടുക്കാവുന്ന അവസ്ഥയുണ്ട്. പക്ഷേ ഈ ആക്റ്റിലൊക്കെയാണോ കാര്യം? അതിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മളുടെ കുട്ടികൾക്ക് ഒരുക്കുന്ന സുരക്ഷ. ശരിയാണ്, സ്വാതന്ത്ര്യമൊക്കെ വേണം, എന്നാലും ആ കുട്ടികൾക്ക് ഗുഡ് ടച്ച് അല്ലെങ്കിൽ ബാഡ് ടച്ച് എന്ന കാര്യം വ്യക്തമായി പറഞ്ഞു കൊടുക്കുക. ഒരു 3 വയസ്സ് തൊട്ട് കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അതിലും മുന്നേ പറഞ്ഞ് മനസ്സിലാക്കാമെങ്കിൽ അത്രയും എളുപ്പം. അതുപോലെ തന്നെ നമ്മുടെ പിള്ളേരുമായിട്ട് ഒരു വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള റാപ്പോ, അവരോട് ചോദിച്ചാൽ അവർക്ക് എന്തും തിരിച്ചു പറയാവുന്നതാണ്. അമിതമായ ഫ്രീഡം കൊടുക്കണം എന്നല്ല പറയുന്നത്, ഫ്രീഡം ഓഫ് സ്പീച്ച്, അവരുടെ കൺസേൺസ്, അവരുടെ ബുദ്ധിമുട്ടുകൾ, അവരുടെ അഭിപ്രായങ്ങൾ പറയാനുള്ള ഒരു സ്പേസ് ഉണ്ടാക്കുക. പലപ്പോഴും നമുക്ക് എന്ത് സംഭവിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഉണ്ടായ ട്രോമയെക്കാട്ടിയും ബുദ്ധിമുട്ടാണ് വീട്ടിലെന്തെങ്കിലും വന്ന് പറയുമ്പോൾ, അത് നീ അവിടെ പോയിട്ടല്ലേ, അല്ലെങ്കിൽ നീ അങ്ങനെ ചെയ്തിട്ടല്ലേ. ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ, ഒരു ഇൻസിഡൻറ്റ് നടന്നു കഴിഞ്ഞാൽ, ആ ഇൻസിഡൻറ്റ് നടന്നത് അയാളുടെ തെറ്റുകൊണ്ടാണെന്ന് വരുത്തി, അല്ലെങ്കിൽ ആ കുട്ടിയുടെ തെറ്റുകൊണ്ടാണെന്ന് വരുത്തി തീർക്കുന്നതിന് മുന്നേ അതിൽ കണക്ട് ചെയ്യുക, ആ കുട്ടിയായിട്ട് കണക്ട് ചെയ്യുക, അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട്. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒരു എഡ്യൂക്കേഷൻ, നമുക്ക് ആദ്യം സെക്ഷൽ എഡ്യൂക്കേഷൻ, അല്ലെങ്കിൽ നമുക്കിതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയുന്നുണ്ടോ, ബയോളജി, ഫിസിയോളജി ഇതിനെക്കുറിച്ച് അറിയുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ സ്വയം വിലയിരുത്തുക. അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അറിയുന്ന ഇതിനെക്കുറിച്ച് എക്സ്പേർട്ടായിട്ടുള്ള പ്രൊഫഷണൽസിൻ്റെ അടുത്ത് ചെന്ന് ഹെൽപ്പ് ചോദിക്കുക. എന്നിട്ട് നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. എല്ലാ കാര്യവും എല്ലാവരും അറിയണം എന്നില്ല. അപ്പോൾ ഇത് അറിയാതിരിക്കുന്നത് ഒരു കുറ്റമൊന്നുമല്ല. നമ്മൾ ചിലപ്പോൾ വളർന്നു വന്ന രീതിയോ, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ പഠിച്ചു വന്ന സ്കൂളിങ്ങിനോ ഈ ഒരു സബ്ജക്റ്റ് ഉണ്ടായിന്ന് വരില്ല. അപ്പോൾ ഈ ആക്റ്റുകളൊന്നും അല്ല പ്രധാനം. ആക്റ്റുകൾ പ്രധാനമാണെങ്കിലും നമ്മൾ വീട്ടിൽ ചെയ്യുന്ന, അല്ലെങ്കിൽ സ്കൂളിങ്ങിൽ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, അതാണ് കുറച്ചും കൂടി റെലവൻ്റ് ആയിട്ടുള്ളത് എന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ എല്ലാവരും ഇതിനെ എങ്ങനെ ഡീൽ ചെയ്യുന്നു എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾക്ക് ഇപ്പോൾ ഒരു വാർത്ത കണ്ടതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ചെയ്തു എന്നുള്ളത് തന്നെ ഒരു തരത്തിൽ പറഞ്ഞാൽ വിഷമമുള്ള കാര്യമാണ്. കാരണം വേറൊരാൾക്ക് നടന്നിട്ട് നമ്മളുടെ കുട്ടിക്ക് നടക്കുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യാൻ പാടില്ല. എല്ലാ കാര്യങ്ങളും നമ്മളുടെ മിസ്റ്റേക്സിൽ നിന്ന് നമുക്ക് പഠിക്കാൻ പറ്റില്ല, അല്ലേ? നമുക്ക് വേറൊരാളുടെ മിസ്റ്റേക്സിൽ നിന്ന് അത് കണ്ട് മനസ്സിലാക്കണം. ഇതൊരു പേഴ്സണൽ വീഡിയോ ആണ്, അങ്ങനെ ഒരു പീഡിയാട്രിക് ടിപ്സ് ആൻഡ് ട്രിക്സ് ഞാൻ സാധാരണ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോ അല്ല. അപ്പോൾ ഇത് ഈ ഒരു കണ്ടംപററി ടൈമുമായിട്ട് റെലവൻ്റ് ആയതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. അപ്പോൾ നമ്മളുടെ ഒരു ഗ്ലോബൽ കൺസെൻസസ് അനുസരിച്ച് 1 in 5 ഫീമെയിൽ ചിൽഡ്രൻ ഗെറ്റ് അസോൾട്ടഡ് over a year, അല്ലെങ്കിൽ 1 in 7 മെയിൽ ചിൽഡ്രൻ ഗെറ്റ് അസോൾട്ടഡ് ഓവർ എ ഇയർ. അതായത് ലോകമെമ്പാടും 15 മിനിറ്റിൽ ഒരു കുട്ടി വീതം വെച്ച് അസോൾട്ടഡ് ആകുന്നു എന്നുള്ളതാണ് കണക്കുകൾ പറയുന്നത്. അതിൽ 90% ഓഫ് ദ കുട്ടികളും വീട്ടിലുള്ള ആൾക്കാർ കാരണമാണ് അസോൾട്ടഡ് ആവുന്നത്. ഇമ്മീഡിയറ്റ് റിലേറ്റീവ്സ് ആൻഡ് ഫ്രണ്ട്സ് കാരണമാണ് അസോൾട്ടഡ് ആവുന്നത്. അപ്പോൾ നമ്മളുടെ ഈ കുട്ടികളാണ്, നമ്മൾ കുട്ടികളോട് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നതനുസരിച്ചിരിക്കും നമ്മളുടെ കൾച്ചറിൻ്റെ റിഫ്ലക്ഷൻ എന്നാണ് നെൽസൺ മണ്ടേല പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മേക്ക് ഷുവർ അവർ ചിൽഡ്രൻ ആർ സേഫ്. നമുക്ക് എല്ലാവർക്കും, ഇനിയുള്ള ഈ ജനറേഷനെങ്കിലും, ഇത് കാണുന്നവരെങ്കിലും ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് എടുത്ത് നമ്മളുടെ ഏർത്ത് അല്ലെങ്കിൽ നമ്മുടെ ലാൻഡ് പിള്ളേർക്കൊരു സേഫർ പ്ലേസ് ആക്കാൻ ശ്രമിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ശരി, താങ്ക് യു.